വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവർ വന്നിങ്ങനെ ശാലിനിയെക്കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവളുമാർക്കൊക്കെ എപ്പോഴും വീട്ടിൽ ചെന്നാലെന്താ കഥമൊക്കെ തുറന്നു കൊടുക്കാനായിട്ട് പുളുന്താ ഭർത്താവ് ആരെങ്കിലും വീട്ടിൽ കാണും എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വേറൊരാൾ വന്ന് മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്, വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോൾ ദൈവൻ്റെ കാല് മുറിഞ്ഞത് കണ്ടില്ലേ, അപ്പോഴും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതിലെനിക്ക് പരാതിയൊന്നുമില്ല, ആ പ്രശ്നം അങ്ങ് വിട്ടേരാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആണെങ്കിൽ ആ തങ്കച്ചനാണെങ്കിൽ ആ നസീറിൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അന്നേരം ചെന്നിട്ട് ആ ഒരാളാണെങ്കിൽ നസീറിൻ്റെ കൂട്ടുകാരിൽ ഒരാളാണ് ചെന്നിട്ട് വിഷ്ണുവിൻ്റെ ദേഹത്തേക്ക് പിടിക്കുകയാണ്. അന്നേരം അനിയനോട് ഒരു കാര്യം പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ചോദിച്ചാൽ മതി, മേപ്പോട്ട് കയറണ്ട എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു മാറ്റി നിർത്തുന്നുണ്ട്. അന്നേരം പലർക്കും കിട്ടുന്ന ഒരു അവസരമാണ്, അനിയൻ എത്ര കാര്യമായി കളക്ടറുടെ കൂടെ കൂടിയിട്ടും ചോദിക്കുകയാണ്. അന്നേരം കുറച്ചായി എന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്ങനെയാണ് ആള് വളയുന്ന ടൈപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വിഷ്ണുവിനത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. വിഷ്ണു അവൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അന്നേരം ഇപ്പം മനസ്സിലായോ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം ആ വീണ അയാളാണെങ്കിൽ എണീച്ചിട്ട് വീണ്ടും വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിക്കുമ്പോൾ തിരിച്ചും വിഷ്ണു പിടിക്കുന്നുണ്ട്. അനാവശ്യം പറയുന്നോടാന്നും പറഞ്ഞിട്ട് വിഷ്ണു ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു വലിയ സീൻ ഉണ്ടാകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയൊക്കെ ആകുന്നുണ്ട്. അന്നേരം ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ശാലിനിയാണ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ബഹളം കാണുന്നുണ്ട്. അന്നേരം ആ നസീറിൻ്റെ കൂട്ടുകാരിൽ ഒരാളാണെങ്കിൽ ചെന്ന് ഇങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട്, മാഡത്തിൻ്റെ ഡ്രൈവറാണ് അവിടെ കിടന്ന് വെള്ളം അടിച്ചിട്ട് അലമ്പുണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴും അവിടെ വിഷ്ണു കാണുന്നില്ല ശാലിനി വന്നതെന്നും. അതിനെ പിടിച്ചു മാറ്റം എല്ലാത്തിനെയും എന്നിങ്ങനെ ആ പോലീസിനോട് ശാലിനി പറയുമ്പോൾ പോലീസ് എല്ലാം ചെന്ന് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം വിഷ്ണു ആകെ ദേഷ്യത്തേക്കാണ്. അനാവശ്യം പറയുന്നോടാന്നും പറഞ്ഞ് വിടാനായിട്ട് ഭാഗമില്ല. പക്ഷെ ഒരുവിധം പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ ആ വന്ന പോലീസുകാർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ വിഷ്ണു ശാലിനിയുടെ ഭർത്താവാണ് എന്നുള്ളത് അറിയാം. ആ ഡ്രൈവർമാർക്ക് ആണ് അറിയാത്തത്. തങ്കച്ചനെ അറിയാമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നില്ല. അതിന് ശേഷമാണ് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം ഇവനാണ് കുടിച്ചിട്ട് അലമ്പുണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, നീ ആരടാ കുടിച്ചത്, എൻ്റെ അച്ഛനാണ് കുടിച്ചതെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വീണ്ടും ചെല്ലുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി എടുക്കുക എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല നുണയാണെന്ന് പറയുമ്പോൾ ശാലിനി ആകെ ദേഷ്യത്തിൽ പല്ലി കടിച്ച് പിടിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ വണ്ടി എടുക്കാനാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ആ പോലീസാണെങ്കിൽ ആ SI സർക്കിൾ ഉണ്ടല്ലോ, പ്ലീസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് മുന്നാലെ പോകുന്നുണ്ട്. പ്ലീസ് എന്നിങ്ങനെ പോലീസുകാരൻ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പിന്നാലെ ചെല്ലുന്നുണ്ട്. ശാലിനി വണ്ടിയിലേക്ക് ദേഷ്യത്തോടെയാണ് കയറുന്നത്. എന്നിട്ട് വിഷ്ണു ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടുത്തെ സംഘാടകരും പോലീസുകാരും ഒക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ബഹളം ഉണ്ടാക്കിയ ആളുകളോട് മാന്യമായിട്ടൊരാളൊന്നും സംസാരിച്ചല്ലോ, അയാൾ പറയുന്നുണ്ട് അയാൾ വെള്ളമൊന്നും അടിച്ചിട്ടില്ല, ഇവരാണ് വെള്ളം അടിച്ച് അലിമ്പുണ്ടാക്കിയതെന്ന് പറയുമ്പോൾ കളക്ടർ അനാവശ്യം പറഞ്ഞത് ഇവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ സംഘാടകരിൽ ഒരാൾ പറയുന്നുണ്ട്, അത് മാഡത്തിൻ്റെ ഭർത്താവ് തന്നെയാണ്, ഡ്രൈവറായിട്ട് താൽക്കാലിക നിയമനത്തിൽ ജോലി ചെയ്യുന്നതേ ഉള്ളൂ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നാളെ അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ തങ്കച്ചനും ബാക്കിയുള്ള നസീറിൻ്റെ കൂട്ടുകാരും പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് കാറിൽ പോകുന്ന ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനൊരു ജില്ലാ കളക്ടറാണ്, ജില്ല ഭരിക്കുന്ന കളക്ടറാണ്, എനിക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ട്, എൻ്റെ അഭിമാനമാണ് വിഷ്ണുവേട്ടൻ അവിടെ, അഭിമാനത്തിൻ്റെ വിലയാണ് അവിടെ പറഞ്ഞത്, ഇനി ഇതിൻ്റെ പേരിൽ നാളെ ആരോടൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. വിഷ്ണുവേട്ടനാണെങ്കിൽ ഇപ്പോഴും കവലയിൽ തന്നെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ പോകുന്ന ഗുണ്ടാപ്പിരിവ് കാണിക്കുന്ന ആ ഒരു പയ്യൻ അതിൽ നിന്ന് ലെവലേശം മാറിയിട്ടില്ല. അല്ലെങ്കിൽ കളക്ടറുടെ ഡ്രൈവറായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. അത് ശരി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വെറും ഡ്രൈവറാണല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി ഓടിക്കുന്ന വിഷ്ണു ആണെങ്കിൽ സാഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് വിഷ്ണു പുറകെ നോക്കുകയാണ്. എന്നിട്ട് ഇറങ്ങാൻ പറയുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങടി എന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനിയാകെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി വിഷ്ണുവിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അന്നേരം കയറടി എന്ന് പറയുകയാണ്. ഇവിടേക്ക് കയറാൻ പറയുകയാണ്, ഫ്രണ്ട് സീറ്റിലേക്ക്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ കയറാൻ പറയുന്നുണ്ട്. വിഷ്ണു ആകെ ദേഷ്യത്തിലാണ്. എന്നിട്ട് ഫ്രണ്ട് സീറ്റ് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട്. ശാലിനി അതിലേക്ക് കയറുകയാണ്. എന്നിട്ട് പിന്നെ വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ വെറും ഡ്രൈവർ അല്ലേടി, നീ ജില്ല ഭരിക്കുന്ന കൊച്ചമ്മ കളക്ടറല്ലേ, അപ്പോൾ നിങ്ങളിങ്ങനെ കാലുമേറ്റിരുന്ന് അവിടെ ജില്ലയൊക്കെ ഭരിച്ച് ഫയലൊക്കെ നോക്കി ഇങ്ങനെ വണ്ടിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളെ ഒരു പാണ്ടി ലോറിക്ക് അടിയിലേക്കൊന്നും അല്ലല്ലോ, സുരക്ഷിതമായിട്ട് ജീവൻ കാത്ത് കൊണ്ടെത്തിക്കുന്നതാണ് ഡ്രൈവർ വെറും ചില്ലറ പണിയൊന്നുമല്ല, നല്ല അന്തസ്സുള്ള പണി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശാലിനി ഇങ്ങനെ ഉദ്ദേശത്തോടെ നോക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ തല്ലുണ്ടാക്കിയ കാര്യം അത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കഴുത്തിൽ ആ താലിമാല പിടിക്കേണ്ടത്, ഇത് നിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അവന്മാരെ തല്ലിയത്, അവന്മാർ വെറുതെ അനാവശ്യം പറഞ്ഞു, അതുകൊണ്ട് തണ്ടലുള്ള ഒരു ഭർത്താവ് ആണൊരുത്തം തന്നെയാണ്,
ഭാര്യയെ ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ടാൽ തല്ലും, അത് ഞാൻ നല്ലതുപോലെ തല്ലുകയും ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനു മുമ്പേ തല്ലിയ കാര്യം പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ അവിടെ അതൊന്നും ശ്രദ്ധിച്ചില്ല, തല്ല് കൊടുത്തപ്പോൾ കൃത്യമായിട്ട് അവന് കൊണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഫ്രണ്ട്സിലേക്ക് ശാലിനിയെ പിടിച്ചിരുത്തുന്നതൊക്കെ. അന്നേരം ശാലിനിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം നിന്നെ അവർ അനാവശ്യം പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടൊന്നുമല്ല, അവന്മാരാണ് കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയതും നിന്നെ അനാവശ്യം പറഞ്ഞതും, അതിന് ആരായാലും ഞാൻ തല്ലുക തന്നെ ചെയ്യും, കേട്ടോടി എന്നിങ്ങനെ മനസ്സിലാകടി എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനിക്ക് അപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട്, അതിനാണ് വിഷ്ണു ബഹളം ഉണ്ടാക്കിയതെന്ന്. പക്ഷേ വിഷ്ണുവിന് ദേഷ്യവും വരുന്നുണ്ട്, പക്ഷേ മനസ്സിൽ ചിരിയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ കണ്ണ് ഉരുട്ടി നോക്കിയുണ്ട്. കണ്ണുരുട്ടി നോക്കിയാണ്ടല്ലോ ഒറ്റ വീക്കം കൂടി ഞാൻ വെച്ചിടുമെന്ന് പറഞ്ഞ് കൈയൊക്കെ ഓങ്ങുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ പേടിച്ച് തന്നെ ഇരിക്കുകയാണ്. ഇനി ആര് വന്നാലും എൻ്റെ പെണ്ണിനെ ഞാൻ വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കും, പക്ഷെ വേറെ ആരും പറയുന്നത് എനിക്ക് സഹിക്കില്ല, അതിന് ആരായാലും ഞാൻ തല്ലും കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. എന്നിട്ട് മനസ്സിലായടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ തല ഒരുക്കുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ബേക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് നീട്ടി ഹോൺ അടിക്കുന്നുണ്ട്. റോഡിൻ്റെ മധ്യത്താണ് ഇവർ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. അന്നേരം മാറ്റുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ പോവാമെന്ന് ചോദിക്കുകയാണ്. അന്നേരം പോകാമെന്ന് പറയുന്നുണ്ട് ശാലിനിക്ക് അപ്പോൾ സംഭവം മനസ്സിലായി, വിഷ്ണു എന്തിനാണ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത് എന്നുള്ളത്, തന്നെ അപമാനിച്ചത് കൊണ്ടാണെന്നുള്ളത് ആ വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ശാലിനിക്ക് തന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ അവിടെ ശാലിനിക്ക് ഒന്നുകൂടി മനസ്സിലാവുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം വിഷ്ണു ചിരിക്കുകയാണ് അങ്ങോട്ട്. അന്നേരം ശാലിനി വിഷ്ണു ഏട്ടാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം സോറി എന്നിങ്ങനെ പറയുക. സാരമില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വിഷ്ണു പിടിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ തോളിലേക്ക് അങ്ങ് കിടക്കുകയാണ്. എന്നിട്ട് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഇതേസമയം രാത്രിയാണെങ്കിൽ ഭാമയുടെ വീട്ടിൽ രാഘവൻ നായർ അവിടെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമയെ കണ്ടിട്ട് കുറേ നേരമായല്ലോ, ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ആ ഒരു ഹാളിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ ഭാമയാണെങ്കിൽ അവിടെ ശാലിനിയുടെ അവിടെ വിഷ്ണു കൊടുത്തുവിട്ട പിറന്നാൾ സദ്യ ഉണ്ടല്ലോ, അതെല്ലാം നിവർത്തി വെച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. രാഘവേട്ടൻ പറഞ്ഞത് ശരിയാണ്, എന്തൊരു ടേസ്റ്റാണ് എല്ലാത്തിനൊന്നും പറഞ്ഞ് എല്ലാം കഴിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇത് ജനലിൻ്റെ അപ്പുറത്തോടി കാണുന്നുണ്ട്. എന്താ ഇവള് പറഞ്ഞത് കളയുമെന്ന് എന്നുള്ളതൊക്കെ, എന്നിട്ട് മൊത്തം കഴിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കുമ്പോൾ രാഘവൻ നായരെ കാണുന്നുണ്ട്. അന്നേരം ചോദിക്കുകയാണ്, എന്താ ഭാമ ഇത്, നീ ഇത് കഴില്ല, തൊടില്ല, കഴിക്കില്ല, പെണ്ണാണെങ്കിൽ തൊടില്ല, എന്തൊക്കെയാണ് പറഞ്ഞത്, എന്നിട്ട് ഇവിടെ ഇരുന്ന് കട്ട് തിന്നുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതേ എൻ്റെ മകൻ്റെ പിറന്നാളിന് എനിക്കായിട്ട് കൊടുത്തുവിട്ട ഭക്ഷണമാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു ഭാമയും കഴിക്കുകയാണ്. രാഘവൻ നായർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രാഘവൻ നായർ പിന്നെ സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, എടുത്ത് കളയും, ഓടയിൽ കളയുമെന്ന് ഞാൻ പേടിച്ചതാണ്, കൊണ്ടുവന്ന ഞങ്ങളെ നീ തല്ലിയില്ലെന്നേ ഉള്ളൂ, സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ഒരു ഭാവമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് നീ അങ്ങ് മറുകണ്ഠം ചാടിയതെന്ന് ചോദിക്കുമ്പോൾ, അതെ അവനെ എൻ്റെ മോനാണ്, അപ്പോൾ എൻ്റെ മോൻ്റെ പിറന്നാളിൽ ഞാൻ ഒരുപാട് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്, അവനോടൊപ്പം കഴിച്ചിട്ടുണ്ട്, ഇതെനിക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണ് എന്ന് പറയുമ്പോൾ, അല്ലാതെ അവനെ പ്രസവിച്ചത് ഞാനാണ്, നിങ്ങളല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇതുണ്ടാക്കിയതേ അവനല്ല, അവൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ, ആരുണ്ടാക്കിയാലെന്താ, അവൻ്റെ പിറന്നാൾ എൻ്റെ മോൻ്റെ ആണല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുക. അന്നേരം നീയാണടി യഥാർത്ഥ പെണ്ണ്, എത്ര പെട്ടെന്നാണ് സ്വഭാവം അങ്ങോട്ട് മാറ്റി നിൻ്റെ ഭാഗം അങ്ങോട്ട് ന്യായീകരിച്ചത് എന്ന് പറഞ്ഞ് രാഘവൻ നായരങ്ങ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാമയാണെങ്കിൽ ഇതൊന്നും ലെവലേശം കേട്ട പോലും ഭാവിക്കാതെ എല്ലാം അങ്ങ് ആസ്വദിച്ച് നന്നായിട്ട് ഇരുന്നങ്ങ് കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇത് ഞാനേ കട്ട് തിന്നൊന്നും പറയണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ്, അപ്പോൾ പിന്നെ ഞാൻ കട്ട് തിന്നുന്നൊന്നുമില്ല, ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരവും കശവിശയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് കഴിക്കുകയാണ്. അന്നേരം ആയിക്കോട്ടെ തന്നെ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ തല ഒരുക്കുന്നുണ്ട്. ഭാമൻ കഴിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് നസീറിൻ്റെ വാപ്പ അബൂബക്കർ ആദ്യം കാറിൽ വരുന്നുണ്ട്. പിന്നാലെ ഈ നസീറിൻ്റെ കൂട്ടുകാരില്ല തുറന്ന ജീപ്പിൽ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് അവിടേക്ക് വരികയാണ്. അബൂബക്കർ അന്നെങ്കിൽ വന്ന വീടിൻ്റെ വാതിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്, ആരും ഇല്ലേ എവിടെയെന്നും പറഞ്ഞിട്ട്. അന്നേരം ഭാമയോട് രാഘവൻ നായർ പറയുന്നുണ്ട്, ആരോ വന്ന് നീ കഴിച്ചോ, ഞാൻ പോയി നോക്കിയോളാം എന്ന് പറഞ്ഞ് രാഘവൻ നായർ വരികയാണ്. അന്നേരം ഇത് തുറക്കുന്നില്ല, വാതിൽ തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ ചവിട്ടി പൊളിക്കിടാന്നിങ്ങനെ നസീറിൻ്റെ ആ കൂട്ടുകാരോട് ഈ അബൂബക്കർ പറയുന്നുണ്ട്. അവരിങ്ങനെ ചവിട്ടാനായിട്ട് വരുമ്പോൾ രാഘവൻ നായർ വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം എന്താന്നിങ്ങനെ ചോദിക്കുമ്പോൾ നൂറിനെ ഇങ്ങോട്ട് ഇറക്കി വിടുമെന്ന് പറയുകയാണ്. നൂർജഹാനെ ഇറക്കി വിടുമെന്ന് പറയുമ്പോൾ അതിന് ഇവിടെ ഇല്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയും വരുന്നുണ്ട്. അന്നേരം അവളിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എവിടെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിനാണ് ഞാൻ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നത്, കയറി നോക്കണ്ട, അടുക്കളയിൽ എല്ലായിടത്തും കയറി നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമയും രാഘവൻ നായരെയൊക്കെ തട്ടി മാറ്റിയിട്ട് അവരാണെങ്കിൽ അങ്ങകത്തേക്ക് കയറി എല്ലായിടത്തുമൊക്കെ നോക്കുകയാണ്. തുടർന്ന് പിന്നെ ഈ നസീറിൻ്റെ വാപ്പയും കയറുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തുമൊക്കെ പോയി നോക്കുകയാണ്. അന്നേരം അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ സദ്യ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം സത്യഭാമ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അവരുടെ ഒരു സദ്യ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം തട്ടി ഇങ്ങോട്ട് കളയുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്തിനാണ്, ഇവിടുത്തെ സാധനങ്ങൾ നശിപ്പിക്കാനോ പെണ്ണിനെ കണ്ടുപിടിക്കാനോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നല്ലോ, ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചപ്പോൾ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അപ്പോൾ രക്ഷയാകാൻ നോക്കുന്നു, നിങ്ങൾ
നിങ്ങളെന്താ ഇവിടെ അഭയാർത്ഥി ക്യാമ്പ് വല്ലതും നടത്തുന്നുണ്ടോ, വരുന്നവർക്കും പോകുന്നവർക്കും രക്ഷയാകാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ പിടിച്ചൊരു തള്ളൊക്കെ തള്ളിയിട്ട് വീണ്ടും ഇപ്പുറത്തേക്ക് വരികയാണ്. അന്നേരം രാഘവൻ നായർ അവിടെ നിൽക്കുന്നുണ്ട്. രാഘവൻ നായരെയും പിടിച്ചു തള്ളുമ്പോൾ രാഘവൻ നായർ ആ സെറ്റിയിലേക്ക് ഒന്ന് വീഴുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ കയറി പോകൃത്തരം കാണിക്കരുതെന്ന് പറയുമ്പോൾ കാണിക്കും, ഇനി നിങ്ങളൊന്നും ഇവിടെ താമസിക്കണ്ട, അത് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ഇവന്മാരെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ നായർ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. കഴുത്തിലിങ്ങനെ പിടിക്കുകയാണ്. അന്നേരം നീ സൂക്ഷിച്ചോ, ഇതിനൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. എന്നെ ഒരു തല്ലിയാൽ നിനക്ക് 10 തിരിച്ചു കിട്ടും. എനിക്കൊരു മകനുണ്ട്, അവൻ അടിയുടെ കാര്യത്തിൽ അവനൊന്നും നോക്കില്ല, നിൻ്റെയൊക്കെ ശവമടക്കം ഇവിടെ നടത്തുക തന്നെ ചെയ്യും. മര്യാദയ്ക്ക് നീ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അതിനു മുന്നേ ഭാമയാണെങ്കിൽ അബൂബക്കറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഘവൻ നായർ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ കാര്യമൊക്കെ പറയുകയാണ്. എന്നിട്ട് അച്ഛനൊന്നും പേടിക്കണ്ട, ഞാൻ ദാ എത്തിയെന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ഈ രാഘവൻ നായർ ഇങ്ങനെ തടഞ്ഞൊക്കെ നിർത്തുന്നത്. അന്നേരമാണ് രാഘവൻ നായർ പറയുന്നതൊക്കെ, എൻ്റെ മോനുണ്ട്, അവൻ വരും, അടിക്ക് 1ന് 10 നിനക്ക് തിരിച്ചു തരും എന്നൊക്കെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ആ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെയെങ്ങും ഇല്ല, അവരിവിടെയെങ്ങും ഇല്ല എന്ന് പറയുകയാണ്. നൂറ് ഇവിടെയെങ്ങും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പോയി നോക്കുക, അവളെയും കൊണ്ടേ നമുക്കിവിടെ ഒന്ന് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് ബൂക്കർ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ താമസിക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ഇറക്കി വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആ പയ്യന്മാരാണെങ്കിൽ അവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ആ സമയത്ത് വിഷ്ണു ഓട്ടോയിൽ വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ഓട്ടോയിൽ നിന്ന് ദാ എന്നും പറഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ്. അന്നേരം ആ നേരത്തെ ആ വ്യാപാരമേളയുടെ ആ സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ അതിൽ 2-3 പേരൊക്കെ ഉണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ നല്ലൊരു അടി നടക്കുന്നുണ്ട്. അങ്ങോട്ട് എല്ലാത്തിനെയും വിഷ്ണു നന്നായിട്ട് പെരുമാറുകയാണ്. അടി കൊണ്ട് അവന്മാർ ഓടി രക്ഷപ്പെടുകയാണ്. ജീപ്പിലേക്ക് ആദ്യമേ ഒരുത്തൻ കയറുന്നുണ്ട്, പിന്നാലെ ബാക്കി 2 പേരുമൊക്കെ പെട്ടെന്ന് കയറി പറ്റുകയാണ്. വിഷ്ണു നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ഒറ്റ എണ്ണത്തിനെ ഇവിടെ കണ്ടുപോകല് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വിടറ, വണ്ടി വിടറ എന്ന് പറഞ്ഞിട്ട് അവർ ആ ജീപ്പ് എടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിയുകയാണ് അകത്തേക്ക്. അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അബൂബക്കറിനും കിട്ടും, വിഷ്ണുവിൻ്റെ കൈയുടെ ചൂട് അബൂബക്കറും അറിയും. അപ്പോൾ ഇനി എന്തായാലും അവരവിടെ താമസിക്കാനായിട്ട് സാധ്യതയില്ല. വിഷ്ണു സത്യഭാമയും രാഘവൻ നായരെയും കൊണ്ട് മിക്കവാറും അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അവർ ആ പുതിയ വീട്ടിലേക്ക് പോകുന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും വിഷ്ണു അച്ഛനെയും അമ്മയും കൊണ്ടുപോകുമായിരിക്കും. ഇതാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.